സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മളെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളത് കയ്യിൽ തന്നെ ഉണ്ടെന്ന് മാത്രമല്ല, അത് നമ്മൾ ഒന്നും അത് എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതെന്നുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്താൽ മതി. അതിന് ആദ്യം ഒരു പക്ഷേ നമ്മൾ ഒരു ഗുരുവിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ആ ഗുരുവിൻ്റെ ഡയറക്ഷനൊക്കെ വേണം. ഓൺസ് നമുക്ക് ആ വിദ്യ കരസ്ഥമാക്കി കഴിഞ്ഞാലേ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ വർക്കഹോളിക്കാണ്, എനിക്ക് വർക്കാണ് മുഖ്യം. അവിടെ രാജേഷിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്ന ആരാണ്? രാജേഷ് തന്നെയാണ് രാജേഷിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇതിന് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയും. ഏതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് തിരിച്ചറിവ് വരുന്ന രാജേഷും തിരിച്ചറിവില്ലാത്ത രാജേഷും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഷോർട്ട് ടേം ആയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കാൻ പറ്റുന്ന കയ്യിലൂടെ അറിയാൻ പറ്റും. സഞ്ജയ് ഏട്ടാ, നമ്മൾ ഒരുപാട് വേദികളിൽ പല സന്യാസിവര്യന്മാരും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതെല്ലാം നേരത്തെ നിശ്ചയിച്ചതാണ്. ഇത് കഥ ആരോ എഴുതി, അതിനനുസരിച്ച് നമ്മൾ പാവകളായി ആടുന്നു. നമ്മുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വസ്ത്രം ഊരി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പം നമ്മളൊന്നും ഇവിടെ സ്ഥിരതാമസക്കാരല്ല. ഒരു കഥയുടെ ആട്ടത്തിൻ്റെ പിറകെ ആടുന്ന കുറേ കോമരങ്ങളെന്നോ പാവകളെന്നോ ഒക്കെ പറയാം എന്നാണ് പല വേദികളും നമ്മൾ കേട്ടിട്ടുള്ളത്. അതിന് എത്രമാത്രം സത്യമുണ്ട്? അങ്ങനെ ഒരു കഥയുണ്ടോ? ഹരേ കൃഷ്ണ. എന്തായാലും ഇത് പാമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അങ്ങനെ ഒരു കഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ആൾറെഡി റിട്ടൺ ആണല്ലോ. നമ്മളിവിടെ വന്നിരിക്കുന്നതിന് ഓരോ നിയോഗം ഉണ്ടാവുമല്ലോ. ഓൾറെഡി നമ്മൾ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പ്ലേ ചെയ്യുവാണ് ഇവിടെ. അപ്പോൾ അത് സത്യം തന്നെയാണ്. ആ ക്വസ്റ്റ്യന് അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ. അങ്ങനെ ഒരു കഥയുണ്ട്? ഉണ്ട്. കഥയല്ല, അത് അങ്ങനെയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് ഒരു രചനയുണ്ട്. അല്ല, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്തിനിതൊക്കെ അറിയുന്നു എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നേരത്തെ കൂട്ടി ഇതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ? കൊള്ളാം. നമ്മളിപ്പോൾ ഒരു മൂവിയിൽ ആക്ടറാണെന്ന് ധരിക്കുക. ഇപ്പോൾ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആക്ടറിൻ്റെ കേസാണല്ലോ രാജേഷ് പറഞ്ഞു. പുള്ളിയാണ് വലിയ ഡയറക്ടർ. ഇപ്പം നമുക്കതൊരു ചെറിയൊരു മൂവി ടീമിൽ തന്നെ മൂവിയുടെ ഒരു ഇതിൽ തന്നെ എടുക്കാം. ഇപ്പോൾ രാജേഷ് സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്ത് പറയാണ്. അപ്പോൾ നമ്മളൊരു മൂവിയിൽ ആക്ട് ചെയ്യുന്ന ആക്ടറായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ആക്ടറായിട്ട് അവിടെ ഒരു ചാൻസ് കിട്ടുക. നമുക്ക് ഏതെങ്കിലും ഒരു സീനിൽ നമ്മൾ ആക്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് മൊത്തം ഒന്ന് വായിക്കാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ക്രീൻ പ്ലേ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ വരുന്ന സമയത്ത് നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ എക്സ്ട്രാക്ട് ഉൾക്കൊള്ളുകൊണ്ട് ഡയറക്ടറെ മനസ്സിലുള്ളതിനനുസരിച്ചിട്ട് സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ആ അഭിനയം ഡയറക്ടറെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്ടറുമായിട്ട് ഇപ്പോൾ രാജേഷ് നാളെ ഒരു ഡയറക്ടർ ആകാൻ ഒരു സ്ക്രിപ്റ്റിൻ്റെ കയ്യിൽ നടക്കുമ്പോൾ രാജേഷ് നാളെ ഒരു ഡയറക്ടർ ആകുമ്പോൾ രാജേഷ്ജിയുടെ കൂടെ വരുന്ന ആക്ടർ രാജേഷിൻ്റെ മനസ്സിൽ എന്താണ് രാജേഷ്ജി ഉദ്ദേശിച്ചത് അതുപോലെ ആ സ്ക്രീൻ പ്ലേയിൽ അദ്ദേഹം ചെയ്യുമ്പോൾ രാജേഷ് എന്ന ഡയറക്ടർക്ക് ആ ആക്ടറുടെ അടുത്തൊരു ഇഷ്ടം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഡയറക്ടർ ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ മുന്നേ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രിക്കോഷൻസ് എടുക്കാം. ഇപ്പോൾ നമ്മൾ പറയും മഴ വരാണെങ്കിൽ കുട എടുത്തിട്ട് പോകാം എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ക്രീൻ പ്ലേ നമുക്ക് അവിടെ കാഴ്ചവെക്കാൻ പറ്റും. നമ്മുടെ നല്ല സ്ക്രീൻ പ്ലേ നമ്മൾക്ക് ആ പ്രസൻസ് നമുക്ക് നന്നായിട്ട് കാഴ്ചവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡയറക്ടറെ ഗുഡ് ലിസ്റ്റിലായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രഗത്ഭരായ ആക്ടേഴ്സിന് കിട്ടുന്ന പോലെ ഒരു ലിവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഹാസ്യ നടന്മാരായ ജഗദീനെ കൂടെയൊക്കെ ഉള്ള സാധ്യതയുള്ള ആക്ടേഴ്സ് അവർ പലതും സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ കയ്യിലിടാൻ ഡയറക്ടർ അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. കൈ നിട്ടോ. കാരണം അവർക്ക് ഡയറക്ടർക്ക് അത്ര വിശ്വാസമാണ്. കാരണം ഇവർ അഭിനയ പ്രതിഭയാണെന്നും അവർക്ക് ഡയറക്ടർ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ട് അവർ ആ സ്ക്രീൻ പ്ലേയിൽ ചെയ്യുമെന്നും പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെന്നുള്ളതും വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മളിൽ സോൾ പർപ്പസ്, നമ്മുടെ ഇവിടെ വന്നതിനൊരു ഉദ്ദേശമുണ്ടല്ലോ. ഇത് അറിയാണ്ട് നമ്മൾ കിടന്ന് ആടുകയാണ്. എന്തൊക്കെയോ നമ്മൾ സ്ക്രിപ്റ്റിൽ ആളെ പോലെ ചെയ്യുന്നു. പക്ഷെ അത് അവിടെ റിയൽ ഉള്ള നിയോഗത്തിലുള്ള പോലെ ആയിരിക്കില്ല. നമ്മൾ വഴിതെറ്റിയൊക്കെ പോവാം. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാലോ ഇതാണ് എൻ്റെ നിയോഗം, എൻ്റെ റോൾ, എൻ്റെ പാർട്ട് ഇതാണ്. ഞാനിപ്പോൾ വില്ലനെ പോലെ ഇതാണ്. ശരിക്കും വില്ലൻ അല്ല, ഞാൻ ആ സ്ക്രീൻ പ്ലേയിൽ വില്ലനായിട്ട് ഞാൻ അഭിനയിക്കുകയാണ്. ആ കഥാപാത്രത്തെ വില്ലനായിട്ട് അഭിനയിക്കുകയാണ്, ശരിക്കുള്ള വില്ലൻ അല്ല. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വില്ലനെയും നായകനെയും ഉണ്ടാക്കുന്നത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമാണ്. അപ്പോൾ ഇവരുമായിട്ട് നമ്മളൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാലേ
ഇവർക്ക് ആ ഫ്രീഡം കിട്ടുകയും ഇവർക്ക് കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സോൾ പർപ്പസ് എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ, എൻ്റെ റോൾ ഇവിടെ എന്താണ്, എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഞാൻ എവിടെ പോകേണ്ട ആളാണെന്നുള്ളൊരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് നന്നായിട്ട് ചെയ്തുകൂടെ. അപ്പോൾ ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടത്തില്ലയോ? കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനോ അത് റിയൽ ലൈഫിൽ കൊണ്ടുവരാനോ നമുക്ക് പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് ഹസ്തരേഖ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ അതിലോട്ടാ വന്നത്. ഇപ്പം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മളെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളത് കയ്യിൽ തന്നെ ഉണ്ടെന്ന് മാത്രമല്ല, അത് നമ്മൾ ഒന്നും അത് എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതെന്നുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്താൽ മതി. അതിന് ആദ്യം ഒരു പക്ഷേ നമ്മൾ ഒരു ഗുരുവിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ആ ഗുരുവിൻ്റെ ഡയറക്ഷനൊക്കെ വേണം. ഓൺസ് നമുക്ക് ആ വിദ്യ കരസ്ഥമാക്കി കഴിഞ്ഞാലേ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിയും അവരവരുടെ തന്നെ ഒരു ഹയർ സെൽഫായി മാറിക്കൊണ്ട് അവരുടെ കൈ നോക്കിക്കൊണ്ട് എൻ്റെ ഹൃദയരേഖയിൽ ഒരു വ്യത്യാസം വന്നു തുടങ്ങി, ഞാൻ ഇന്ന് മാറ്റം വരുത്തേണ്ട വ്യക്തിയാണ്, എൻ്റെ നഖത്തിലൊരു ഇൻഡിക്കേഷൻ വന്നു, ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റേണ്ട സമയമായി, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട കാലമായി, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റ രീതിയിൽ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആകുന്ന വ്യക്തിയെ ഞാനൊന്ന് മെഡിറ്റേഷൻ ചെയ്ത് എൻ്റെ കോപത്തിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമായി എന്ന തിരിച്ചറിവ് അവർക്ക് സ്വയം ആർജിതമായി സ്വയം കൈ നോക്കിക്കൊണ്ട് മനസ്സിലാക്കുകയും അവരാ വ്യത്യസ്തമായ നല്ല രീതിയിൽ പോകാനും പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് മറ്റൊരു സംശയമാണ്. ഇതിപ്പോൾ ഫാസ്റ്റ് ലൈഫാണ്, നമ്മളിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് കൈ നോക്കാനുള്ള സമയമില്ല, എനിക്കൊന്നും തിരിച്ചറിയാനുള്ള സമയമില്ല. കാര്യം ഞാൻ ഫാസ്റ്റ് പോയിക്കൊണ്ട് എനിക്കിപ്പോൾ ഇന്നിപ്പോൾ നമ്മളിരുന്ന് വീഡിയോ ചെയ്തു, അപ്പോൾ എനിക്ക് ഇന്ന് ഇത്ര കണ്ടന്റ് എടുക്കണം, നാളെ എനിക്ക് അത്ര, അപ്പം ഞാനിങ്ങനെ ഫാസ്റ്റാണ്. അപ്പം എൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, എൻ്റെ മക്കളെ ചിലപ്പോൾ നന്നായിട്ട് എനിക്ക് മനസ്സിലുണ്ട്, പക്ഷേ എൻ്റെ ഈ ജോലിയിൽ ഞാനിങ്ങനെ വ്യാപൃതനാണ്. അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇപ്പം രാജേഷ് ജി പറഞ്ഞത് കുടുംബത്തിനെ നമുക്ക് ഫുൾ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഞാൻ ഇങ്ങനെ, അതായത് രാജേഷ് ജി കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസാണ്, ഞാൻ വർക്കഹോളിക്കാണ്, എനിക്ക് വർക്കാണ് മുഖ്യം. അവിടെ രാജേഷിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്ന ആരാണ്? രാജേഷ് തന്നെയാണ് രാജേഷിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇതിന് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയും. അതൊരു മാനേജ്മെൻറ്റിലെ ടേമാണ് പ്രയോറിറ്റൈസേഷൻ. ഏതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് തിരിച്ചറിവ് വരുന്ന രാജേഷും തിരിച്ചറിവില്ലാത്ത രാജേഷും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ രാജേഷിക്ക് സ്വയം മനസ്സിലാവും ഏതിനാണ് പ്രയോറിറ്റൈസേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് പ്രയോറിറ്റി നമ്മൾ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് ലൈഫിലോട്ട് പോകുമ്പോൾ ഇതെങ്ങനെ നമുക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രയോറിറ്റി കൊടുക്കുന്ന പറഞ്ഞ മനസ്സിലെ പ്രയോറിറ്റി അല്ല, അത് റിയൽ കേസസിലോട്ട് വരുത്താൻ പറ്റുന്ന രീതിയിലെ സിറ്റുവേഷൻ നമ്മൾ റീക്രമീകരിക്കുക, റീ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. ഈ റീ ഓർഡർ ചെയ്യുക എന്ന് പറയുമ്പം ലൈഫ് സ്റ്റൈലിൽ തന്നെ ചേഞ്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് എന്ത് വ്യത്യസ്തത നമ്മൾ ചെയ്താൽ അതിന് വലിയ കാശ് ചിലവില്ലാതെ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് കൂടെ നമുക്ക് അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന തിരിച്ചറിവ് ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ബന്ധങ്ങളിലെ ദൃഢത നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമുക്കിപ്പോൾ വലിയ കാശുകാരൻ കോടിപതിക്ക് ഉറക്കമില്ലാണ്ട് ഉള്ള വ്യക്തികളുണ്ടാവാം, പക്ഷേ സ്ട്രീറ്റിൽ ഫിഷ് എടുക്കുന്നവൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവാം. അവിടെ അവൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇൻറ്റേർണൽ ഹാപ്പിനെസ്സിലോട്ട് എത്തുന്നില്ല. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരിച്ചറിവാണ്. നമുക്ക് എന്താ പറയുക, ഇത് മതി അല്ലെങ്കിൽ ഇത് നല്ലത്, നമുക്കുള്ളതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് തോട്ട്സ്, ആ തോട്ട്സിലോട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ആക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷനിലൂടെയും അവരുടെ ഡിസ്കഷനിലൂടെയും. ഓരോ വ്യത്യസ്തരാണ്. ഇപ്പോൾ ഒരു രാജേഷിക്ക് ഒരു റെഡിമെയ്ഡ് ഷർട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ രാജേഷിയുടെ മൊത്തമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ യുണീക്നെസ് കണ്ടുകൊണ്ടാണ് ഒരു പാറ്റേൺ നിശ്ചയിക്കുന്നത്. ഒരു സ്റ്റാൻഡർഡൈസ് പാറ്റേൺ ഇല്ല ഇതിനകത്ത്. ഹസ്തരേഖയിൽ ഒരു സ്റ്റാൻഡർഡൈസ് പാറ്റേൺ സ്റ്റാൻഡേർഡ്. ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് ഒരാൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്ന അറിയാൻ പറ്റുമെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കാൻ പറ്റുമെന്ന് കയ്യിലൂടെ അറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഷുഗർ ലെവൽ കൂടുതലാണെന്ന് ബ്ലഡിൽ നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കയ്യിലൂടെ ഷോർട്ട് സ്പാനിൽ എന്താണ് വരണമെന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്വയം കൈ നോക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചോണ്ട് ഫുൾ കൈ നോക്കാനല്ല പറയാം, ജസ്റ്റ് അവർക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത്
ആചാര്യന്മാർ പറയും രാവിലെ തന്നെ കൈ ഒന്ന് നോക്കിയിട്ട് എടുക്കുക, കയ്യിൽ കാണുന്ന ചേഞ്ചസും കൂടെ നോക്കാനാണ് അത് കൈ നോക്കാൻ പറയുന്നത്. അത് ആ ഒരു മന്ത്രം പോലും പറഞ്ഞ് ചെയ്യാൻ പറയുന്നത് അത്രയും പുണ്യമായ ഒരു സംഭവമാണ്. അപ്പോൾ അവൻ രാവിലെ തന്നെ അവൻ്റെ കൈ നോക്കിക്കൊണ്ടാണ് അവൻ്റെ ദിവസം ആരംഭിക്കേണ്ടത്. ഇന്ന് എന്തെങ്കിലും ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടോ, ഞാനിന്ന് ഓക്കെ ആണോ, ഒരു പുതിയ എന്തെങ്കിലും മാർക്കിംഗ് വന്നിട്ടോ, ഞാൻ ചേഞ്ച് ചെയ്യണോ, ആ ദിവസം പോലും തുടങ്ങാൻ പറ്റുന്ന ഇത്രയാണ്. അപ്പോൾ സനാതന ധർമ്മത്തിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന എന്തോരം വളരെ വലിയ പോയിന്റാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തിരിച്ചറിവാണ് നമുക്കില്ലാതെ പോകുന്നത് ഇപ്പോൾ. അതെ അതെ.